السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബദറിന്റെ രണാകണം ഇസ്ലാമിക ചരിത്ര സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബദർ യുദ്ധം എന്നുള്ളത്. ഇസ്ലാമിനെ തകർക്കാൻ വന്ന ശത്രുക്കളെ എതിർക്കുക എന്നതായിരുന്നു ബദറിന്റെ ഉദ്ദേശം എന്നുള്ളത്. ആ ബദറിന്റെ പ്രാരംഭഘട്ടത്തിൽ നബിയും സ്വഹാബത്തും അബൂ സുഫിയാനെയും സംഘത്തിനെയും തേടി പോകുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഞങ്ങളിവിടെ വിവരിക്കുന്നത്. ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യരുടെ കൃതിയിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. തങ്ങൾ സ്വഹാബരും എഴുന്നള്ളൂ മാതൃപമെന്താ ഉഗമാ തണ്ണവൻ നടുവടുവാർച്ചു ചന്ദ്രതിൽ തിണ്ണമെ തെളിവൊളിവായി വന്നത് വിണ്ണര പുവനി ഹദീക്കിൽ വന്നിടെ സൈറൈ അത്താരൂണിന്നും ഹൂലൈഫ തണ്ടേ തലമിലെ സൈറൈ അത്താരൂണിന്നും ഹൂലൈഫ തണ്ടേ തലമിലെ പാർത്താനവിടം തനു സിന്ധു മുതിർന്നു മുളർന്നിടുവാൻ തങ്ങൾ സ്വഹാബരും എഴുന്നള്ളൂ മാതൃപമെന്താ ഉഗമാ തണ്ണവ നടുവടുവാർച്ചു ചന്ദ്രതിൽ തിണ്ണമെ തെളിവൊളിവായി വന്നത് വിണ്ണര പുവനി ഹദീക്കിൽ വന്നിടെ സൈറൈ അത്താരൂണിന്നും ഹൂലൈഫ തണ്ടേ തലമിലെ പാർത്താനവിടം തനു സിന്ധു മുതിർന്നു മുളർന്നിടുവാ. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അങ്ങനെ നടന്നു നീങ്ങുകയാണ്. ആരെ തകർക്കാൻ വേണ്ടി, ആരെ തടയാൻ വേണ്ടി? അബൂ സുഫിയാനും കൂട്ടരെ തടയാൻ വേണ്ടി ഹബീബായ തങ്ങളും സഹാബത്തും അങ്ങനെ നടന്നു നീങ്ങി. അങ്ങനെ നടന്ന് കുറെ ദൂരം എത്താണ്ടി സൈറ എന്ന ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തില് ഹുലൈഫ എന്ന പ്രദേശത്ത് ഹബീബ് തങ്ങളും സഹാബത്തും ഒക്കെ എത്തിച്ചേർന്നപ്പോൾ നബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഓ സഹാബക്കളെ, നമ്മൾ ഒരുപാട് യാത്ര ചെയ്തതല്ലേ, നാം ഒരുപാട് യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് വിശ്രമിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് അല്പം നമുക്ക് ഇവിടെ വിശ്രമിക്കാം എന്ന് സഹാബക്കളോട് പറഞ്ഞു. അങ്ങനെ ആ സഹാബക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവിടെ തമ്പടിക്കുകയും അവിടെ വിശ്രമത്തിലായി മാറുകയുമാണ് ചെയ്തിരുന്നത്. ചൊങ്കിൽ സാജ് താലത്തെത്തി പൂറുത്തുടനെ നബിയാർ ചൊങ്കിൽ സാജ് താലത്തെത്തി പൂറുത്തുടനെ നബിയാർ ചുമടൊടു നെടികളുമാകയെത്തിടും എവിടമെണ്ടറിവതിനായി വിളിത്തുട നബിയൊരു സഹബരിലേക്ക് വിട്ടിടേ. അങ്ങനെ ഹബീബ് തങ്ങളും സ്വഹാബത്തും അവിടെ താമസിച്ചു. എന്നിട്ട് പിന്നെ അവിടുന്ന് നബിയും സ്വഹാബത്തും പിന്നീട് യാത്ര തുടങ്ങി. അങ്ങനെ യാത്ര തുടങ്ങി അവർ എത്തിപ്പെടുന്നത് സജ്ജ് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ സജ്ജ് എന്ന പ്രദേശത്ത് എത്തിയപ്പോൾ നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, സഹാബക്കളെ, നമ്മൾ വീണ്ടും ഒരുപാട് ഹുലഫ എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് ഒരുപാട് സഞ്ചരിച്ചു, നമുക്ക് വീണ്ടും അല്പം വിശ്രമിക്കാമെന്ന് സഹാബക്കളോട് പറഞ്ഞു. അങ്ങനെ സഹാബക്കൾ എന്ത് ചെയ്തു? ആ നബിയുടെ നിർദ്ദേശപ്രകാരം അത് അനുസരിക്കുകയും ചെയ്തു. ഉടനെ വിശ്രമിക്കുന്നതിന് ഇടയിൽ നബി തങ്ങൾ രണ്ട് സഹാബാക്കളെ വിളിച്ചു പറഞ്ഞു, സഹാബക്കളെ, നിങ്ങൾ പോയിട്ട് ആ അബൂ സുഫിയാനെയും കൂട്ടരുടെയും ആ നീക്കുപോക്കുകൾ നിങ്ങൾ അറിഞ്ഞു വരികയെന്ന് രണ്ട് സഹാബക്കളോട് പറഞ്ഞു. അങ്ങനെ ആ സഹാബക്കള് നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരം അങ്ങോട്ട് യാത്ര പോവുകയാണ് ചെയ്തിരുന്നത്. സുർഅത്താലുളർന്നവർ പരതി വந்தே തരുളരിൽ സുർഅത്താലുളർന്നവർ പരതി വந்தே തരുളരിൽ ചൊന്നാറവർ വന്നിടും ഇന്നിടം എന്നൊരു കന്നമിലേ തങ്ങൾ സ്വഹാബരും എഴുന്നള്ളൂ മാതൃപമെന്താ ഉഗമാ തണ്ണവർ നടുവുടുവാർച്ചു ചന്ദ്രതിൽ തിണ്ണമെ തെളിവൊളിവായി വന്നത് വിണ്ണുര പുവനി ഹദീക്കിൽ വന്നിടേ. അങ്ങനെ ആ രണ്ട് സഹാബക്കള് അങ്ങനെ പോയി, കുറെ ദൂരെ പോയി, ഒരുപാട് ദൂരങ്ങൾ പോയിട്ടും അവർക്കൊന്നും ലഭിച്ചില്ല. അങ്ങനെ അവർ നിരാശയോടെ തിരിച്ച് നബിയുടെ സവിധത്തിലേക്ക് എത്തി. അങ്ങനെ നബിയോട് പറഞ്ഞു, ഓ ഹബീബരെ, ഞങ്ങൾ കുറെ ദൂരം താണ്ടി, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല, ഞങ്ങൾക്ക് ഒരു രഹസ്യ വിവരവും ലഭിച്ചില്ല എന്ന് തങ്ങളോട് പറഞ്ഞു. അങ്ങനെ തങ്ങള് ആ സജ്ജ് എന്ന പ്രദേശത്തു നിന്നും പിന്നീടും യാത്ര തുടങ്ങുകയാണ് ചെയ്തത്. വിങ്കൾ ഹിജാബെല്ലാം കാനിന്തോറും ആരികൂർകളും
അവിടം വിങ്കൾ ഹിജാബെല്ലാം കാനിന്തോരോ മാരിഗോർകളും അവിടം വിട്ടുടൻ നടറഹ്കാൻ പുവിക്കണ ഇട്ടുടൻ ഹൈമസ ഉള്ളിരിക്കവ കിട്ടവ തിരുനബിയാർ വിടുക്കവേ. അങ്ങനെ ഹബീബ് തങ്ങളും സഹാബക്കളും വീണ്ടും യാത്ര ചെയ്യണം. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അങ്ങനെ വീണ്ടും എത്തിപ്പെടുന്നത് റഹ്കാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. റഹ്കാൻ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നബിതങ്ങൾ സഹാബക്കളോട് പറഞ്ഞു, സഹാബക്കളെ, നമ്മൾ വീണ്ടും ഒരുപാട് ദൂരം സഞ്ചരിച്ചു, നമുക്ക് വീണ്ടും കുറച്ചു നേരം വിശ്രമിച്ചിട്ട് നമ്മുടെ യാത്ര തുടരാമെന്ന് സഹാബാക്കളോട് പറഞ്ഞു. അങ്ങനെ സഹാബാക്കള് ആ നിർദ്ദേശപ്രകാരം സ്വീകരിക്കുകയും അങ്ങനെ അവിടെ തമ്പടിക്കുകയും അവിടെ കുറെ നേരം വിശ്രമിക്കുകയും ചെയ്തു. ആ വിശ്രമിക്കുന്നതിനിടയിൽ ഹബീബ് തങ്ങൾ വീണ്ടും 2 സ്വഹാബികളെ പിന്നെയും വിളിച്ചു. എന്തിനാണെന്നറിയോ? അബൂ സുഫിയാനും കൂട്ടരെയും സംഘത്തെയും അവരുടെ രഹസ്യങ്ങളും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി അവർ സഹാബാക്കളിൽ നിന്നും 2 സഹാബാക്കളെ വിളിച്ചു. ആരൊക്കെയാണെന്നറിയുമോ 2 സഹാബാക്കള്? ആദിയെയും ബസ് ബസരാ കുഫറുകളെ വിനതോളർ ആദിയെയും ബസ് ബസരാ കുഫറുകളെ വിവരം കഥ മുന്തിയറിന്തു ക്ഷണം തനിൽ വന്നിടുവാൻ വിനതോളർ ആദിയെയും ബസ് ബസരാ കുഫറുകളെ വിവരം കഥ മുന്തിയറിന്തു ക്ഷണം തനിൽ വന്നിടുവാൻ. അങ്ങനെ ആ നബിതങ്ങൾ പറഞ്ഞ 2 സഹാബാക്കളിൽപ്പെട്ട 2 പേരായിരുന്നു. ആരൊക്കെയെന്നറിയുമോ? ഒന്ന് അദീ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ബസ്ർ റളിയല്ലാഹു അൻഹു. ഇവർ 2 സഹാബകളിൽ പ്രഗത്ഭരായിരുന്നു. അങ്ങനെ ഇവർ 2 നബിതങ്ങൾ പറഞ്ഞ നിർദ്ദേശപ്രകാരം അവർ വീണ്ടും ചാടി ഒട്ടകപ്പുറത്ത് കയറി അവർ യാത്ര തുടങ്ങി. അങ്ങനെ കുറെ പ്രദേശം താണ്ടി, പക്ഷെ അവർക്കൊന്നും ലഭിച്ചില്ല. അവർ കുറെ പ്രദേശങ്ങൾ താണ്ടി രഹസ്യം അന്വേഷിക്കാൻ വേണ്ടി അങ്ങനെ ഒന്നും ലഭിച്ചില്ല. അങ്ങനെ അവരുടെ മനസ്സിൽ കുറച്ചും കൂടെ പോയി നോക്കാം, കുറച്ചും കൂടെ പോയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്ന് കരുതി അവരങ്ങനെ കുറച്ചുകൂടെ യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്ത് അവരെത്തുന്നത് ഒരു പ്രദേശത്തേക്കാണ്. അങ്ങനെ പ്രദേശത്തെത്തുമ്പോൾ നിങ്ങൾ കണ്ട കാഴ്ച എന്താണെന്ന് അറിയുമോ? ദേശത്തിൽ ചുറ്റി ദേശത്തിൽ ചുറ്റി ഉടനണ വറിയാതലത്തിടെ നടയോട് പൊരിഭദ്രവാതിൽ വെത്തിടെ തടമിരുമടവികൾ ചേതി പറത്തിടെ ഒരു കൂപ്പക്കാരൈവത്ത് മജീദിയണ്ടേ ശൈബ ഒരു കൂപ്പക്കാരൈവത്ത് മജീദിയണ്ടേ ശൈബ ഉടമുമ്പത്തൊത്ത് ചൊടിത്തു പുടിത്തു മടിത്തിടുവാർ ഒരു കൂപ്പക്കാരൈവത്ത് മജീദിയണ്ടേ ശൈബ ഉടമുമ്പത്തൊത്ത് ചൊടിത്തു പുടിത്തു മടിത്തിടുവാർ. ആ 2 സഹാബക്കളെ ഒരു പ്രദേശത്തെത്തി. ആ പ്രദേശത്തെത്തുമ്പോൾ ഒരു കിണറിന്റെ ചോട്ടില് കാണുന്നത് മജീദി എന്ന് പറയുന്ന ഒരു വൃദ്ധനെയാണ്. ആ വൃദ്ധന്റെ തൊട്ടരികില് 2 സ്ത്രീകൾ തമ്മിൽ സാഠ്യത്യം പിടിക്കുകയാണ്, വഴക്ക് കൂടുകയാണ്. അങ്ങനെ വഴക്ക് കൂടുന്ന സമയത്ത് ഇവരെ കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി. അങ്ങനെ അവരിറങ്ങി അവർ കേൾക്കുന്ന വിവരം എന്താണെന്ന് അറിയുമോ? ആ 2 സ്ത്രീയിൽ ഒരു സ്ത്രീ മറ്റു സ്ത്രീക്ക് പണം തിരികെ കടം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പണം ചോദിച്ചപ്പോൾ തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? 2 ദിവസമുള്ളിൽ കച്ചവടക്കാർ വരാനുണ്ട്, എന്നിട്ട് ഞാൻ നിന്റെ പണം നൽകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ കച്ചവട സംഘത്തിന്റെ വർത്താനം കേട്ടിട്ട് ഈ 2 സഹാബകൾക്ക് മനസ്സിലായി എന്ത് അബൂ സുഫിയാനും കൂട്ടരും വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടി. ഉടനെ കിട്ടിയ വിവരത്തിന്റെ സന്തോഷത്തോടെ അവർ ഒട്ടകപ്പുറത്ത് കയറി തിരുനബിയുടെ സമയത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ എത്തിയതിനു ശേഷം തങ്ങളോട് വിവരം അറിയിക്കുകയും അവര് അബൂ സുഫിയാനും കൂട്ടരുടെയും ആ വരവിനെ ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته. Next call letter C. Just please note letter C. പ്രധാന വേദിയിൽ